മഹാനായ ഉവൈസ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുറ്റത്തൊരു വൃക്ഷമുണ്ടായിരുന്നു. ഒരു വൃക്ഷം. ആ വൃക്ഷം തന്റെ അയൽവാസി സ്വന്തം സഹോദരനാണ്. എന്നിട്ട് പോലും തന്റെ വീടിന്റെ മുറ്റത്തുള്ള ആ വൃക്ഷത്തിൽ നിന്ന് ഇല വീഴുന്നത് കണ്ടിട്ട് ആ മരത്തിനെ മഹാനുഭാവൻ അവിടെ നിന്ന് വെട്ടിമുറിച്ചു. എന്റെ അയൽവാസിക്ക് ഞാൻ കാരണം പ്രയാസം വരാൻ പാടില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഒരാളെയും നമ്മൾ പ്രയാസപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന, ബുദ്ധിമുട്ടിലാക്കുന്ന ഒന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. അയൽവാസികളെ കാണുമ്പോ നമ്മൾ മുഖം വലിച്ചിറക്കി കെട്ടുവാനോ ഒന്നിനും നമ്മൾ പാടില്ല. എല്ലാവരെ കാണുമ്പോൾ ഒരു പുഞ്ചിരി. ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിക്കുന്നത് സദഖയുടെ പ്രതിഫലമാണ്. ഒരു മനുഷ്യനെ കാണുമ്പോ നല്ലതുപോലെ പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു വരിക, ആ പുഞ്ചിരിക്ക് ഒരുപാട് പ്രതിഫലം അല്ലാഹു തആല തന്നിട്ടുണ്ട്. ഇല്ലേ? അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, പുഞ്ചിരി ഒരു സമ്മാനമാണ്. നമ്മളിവിടെ പറഞ്ഞല്ലോ, അയൽവാസികളെ കാണുമ്പോ പുഞ്ചിരിക്കലാണ്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും നമ്മളിൽ നിന്ന് വരാതിരിക്കുക. പിന്നീട് അയൽവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കാനുള്ളൊരു കാര്യം, പ്രിയപ്പെട്ട അയൽവാസികൾ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, പരിശുദ്ധമായ ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ സ്വർഗ്ഗങ്ങൾ കാണുന്നുണ്ട്, നരകങ്ങൾ കാണുന്നുണ്ട്. എല്ലാം മലക്ക് ജിബ്രീലിനോട് ചോദിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകർ ഇങ്ങനെ മനസ്സിലാക്കുകയാണ്. അങ്ങനെ കടന്നു പോകുമ്പോ അല്ലാഹുവേ, സ്വർഗ്ഗത്തിന്റെ കവാടത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണ് രേഖപ്പെടുത്തി എന്നറിയോ? തന്റെ പ്രിയപ്പെട്ട അയൽവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല, ഒരു അയൽവാസി വന്നുകൊണ്ട് നമ്മളോട് കടം ചോദിച്ചാൽ അത് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കൽ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷേ കൊടുത്തിട്ട് തിരിച്ചു തരാത്തവരെ പറ്റിയല്ല. ചിലർ പേടിക്കാൻ ഉഷാറാണ്, അത് കൊടുക്കാനോ മടിയാണ്. പിന്നെയാകട്ടെ നാളെയാകട്ടെ എന്ന് പറഞ്ഞ് നമ്മളെപ്പോലെ ഇങ്ങനെ മാറ്റി പറയും പാടില്ല. ഇൻഷാ അല്ലാഹ് ഒരവധി പറഞ്ഞു നമ്മൾ പേടിച്ചാൽ അത് ഉറപ്പായി നമ്മൾ കൊടുത്തിരിക്കണം. അയൽവാസിക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ അല്ലേ, ഒരു മനുഷ്യൻ സ്വതക്ക ചെയ്യുന്നതിനേക്കാൾ, സ്വതക്ക ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമാണ്, സ്വതക്ക ചെയ്യുന്നതിനേക്കാൾ പുണ്യമാണ് ഒരു മനുഷ്യന്റെ വിഷമത്തിന്റെ സമയത്ത് അവന് കടം കൊടുക്കുക എന്ന് പറയുന്നത്. അയൽവാസിയായ പ്രിയപ്പെട്ട സഹോദരന്റെ മകളെ കല്യാണമാ, കയ്യിൽ 10 പൈസയില്ല, പൊന്നെടുക്കാൻ പോലും നിവർത്തിയില്ല, ജീവിതം വളരെ പ്രയാസമാണ്, ജീവിതം വളരെ സന്തോഷത്തിലേക്ക് പോയവരായിരുന്നു. പക്ഷേ കടങ്ങളാ. ആരെങ്കിലും ഇന്ന് കടം കൊടുത്താൽ തന്റെ മകൾക്ക് പണ്ടമെടുക്കാനും സ്വർണമെടുക്കാനും അവർക്ക് കഴിയുമല്ലോ. അങ്ങനെ സ്വർണമെടുക്കാൻ അവർ കാത്തിരിക്കുമ്പോ കയ്യിൽ കാശില്ല. അയൽവക്കത്തുള്ളവരുടെ ബാങ്കിൽ കാശുണ്ട്, വെറുതെ വെച്ചേക്കുന്നുണ്ട്, ബാങ്കിൽ ഇട്ടുകൊണ്ട് സൂക്ഷിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരല്പമെടുത്ത് കൊടുത്താൽ സ്വർഗത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഒരാൾ സ്വതക്ക ചെയ്താൽ 10 പ്രതിഫലമാണ്, 10 ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു കൊടുക്കുന്നത്. എന്നാൽ ഒരു മനുഷ്യന്റെ പ്രയാസവും സങ്കടവും മനസ്സിലാക്കിയിട്ട് അവന് കടം കൊടുത്താൽ സ്വർഗത്തിന്റെ കവാടത്തിൽ എഴുതിയിരിക്കുന്നത് അവന് 18 ഇരട്ടി പ്രതിഫലമാണ് എന്ന് സ്വർഗത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് റസൂലുള്ളാഹ്. നമ്മുടെ വീടിന്റെ ചാരത്തുള്ള പലരും കാണുമ്പോ വലിയ വീടുകളൊക്കെ ആയിരിക്കും, ചിലപ്പോ വീട്ടിന്റെ മുമ്പിൽ വലിയ വാഹനം ഉണ്ടാകും. പക്ഷേ അവരുടെ വീട്ടിന്റെ അകത്തട്ടിൽ കഞ്ഞി കുടിച്ചു കിടക്കുന്നോ എന്നറിയില്ല. ചിലര് ചോദിക്കൂല, അവരുടെ അന്തസ്സും അഭിമാനവും പോകുമല്ലോ എന്ന് പറഞ്ഞിട്ട് ചിലര് ചോദിക്കൂല. ഈ കഴിഞ്ഞുപോയ കൊറോണയുടെ സമയത്ത് വലിയ വീട്, എനിക്ക് നല്ല ഉറപ്പാണ്, വലിയൊരു വീട്, വീട്ടിന്റെ മുമ്പിൽ വാഹനങ്ങളൊക്കെ ഉണ്ട്, ബൈക്കുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പുറത്തിറങ്ങിയിട്ട് ഒരാളോടൊന്നും പറയാൻ വയ്യ, പട്ടിണിയാണെന്ന് പറയാൻ വയ്യ. അവസാനം ഇതുപോലെ കണ്ടപ്പോഴാണ് പറഞ്ഞത്, ഉസ്താദേ വല്ലാത്ത സങ്കടത്തിലാണ്, 1000 രൂപ എനിക്ക് തരണം. ഒരാള് ചോദിച്ചതാണ്. വലിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു സന്ദർഭത്തിൽ അള്ളാന്റെ ഒരു പരീക്ഷണം ഇല്ലേ,
അതുകൊണ്ടാണ് അവിടുന്ന് പറയുന്നത്, നമുക്കറിയില്ല ആരാണ് അവിടുന്ന് നല്ലതുപോലെ വരുന്നത്. ചില ആളുകൾ വീട് കണ്ടാൽ പറയും പണക്കാരൻ, വാഹനം കണ്ടാൽ പറയും പണക്കാരൻ, അതല്ലെങ്കിൽ ആരെങ്കിലും 10 ആളുകൾ വീട്ടിൽ വന്നാൽ പറയും പണക്കാരന്റെ വീട്ടിലേക്ക് ആളുകൾ വന്ന്. എന്നാൽ അവിടെ തീ പുകയാത്ത എത്രയോ ദിവസങ്ങൾ ഉണ്ടാകും. ആ വീട്ടിൽ തീ പുകയാത്ത എത്രയോ ദിവസങ്ങൾ ഉണ്ടാകും. ആ മക്കൾക്ക് നല്ല ഒരു ഉടുപ്പ് മേടിച്ചു കൊടുക്കാൻ കഴിയാത്ത എത്രയോ മാസങ്ങൾ ഉണ്ടാകും. പക്ഷേ അതൊന്നും ആളുകൾ ചിന്തിക്കാറില്ല, അതൊന്നും മനുഷ്യന്മാർ ഓർക്കാറില്ല. മനുഷ്യന്മാര് ദുനിയാവിന്റെ പുറത്തുകൂടെ സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ട് കടന്നു പോകുന്നവരാണ്. അതുകൊണ്ടാണ് പടച്ചവന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യന്മാര് നന്ദി കെട്ടവരാണ്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, മനിൽ കനൂദ് യാ റസൂലല്ലാഹ്, ഈ നന്ദി കെട്ടവരെന്ന് പറഞ്ഞാൽ ആരാണ് നബിയെ? ഉടൻ തന്നെ റസൂലുള്ള പറഞ്ഞു, സ്വന്തം കാര്യം മാത്രം നോക്കുന്നവനാണ്. നന്ദി കെട്ടവൻ ആരാണ്? അള്ളാന്റെ ഖുർആൻ പറഞ്ഞു മനുഷ്യന്മാർ നന്ദി കെട്ടവരാണ്. ഈ ആയത്ത് വെച്ചുകൊണ്ട് സ്വഹാബത്തിന്റെ മുമ്പിൽ പറയുമ്പോ സ്വഹാബത്ത് മുത്തുനബിയോട് ചോദിച്ചു, മനിൽ കനൂദ് യാ റസൂലല്ലാഹ്, ഈ നന്ദികേട് കാണിക്കുന്ന മനുഷ്യന്മാരാരാ? നബി തങ്ങൾ പറഞ്ഞു, അല്ലദീ യൻസിലു വഹിദാ വയംനഉ റിഫദാ. സ്വന്തം കാര്യം 10,000 കിട്ടിയാലും ഒരു 100 രൂപ ഏതെങ്കിലും ഒരു സാധുവിന് കൊടുക്കാൻ അവനിക്ക് മനസ്സ് വരൂല്ല. ലക്ഷക്കണക്കാന സാമ്പത്തികമായ ഉന്നമനങ്ങളുണ്ട്, അത് മുഴുവനും കെട്ടിപ്പിടിച്ചു വാരി പിടിച്ചുകൊണ്ട് വന്നിട്ട് അവസാനം അയൽവാസി കടന്നു വന്ന് എന്തെങ്കിലും ഒന്ന് തരുമോ എന്ന് പറഞ്ഞിട്ട് കടം ചോദിക്കുമ്പോ പറയും, ഒരു 10 മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ കാണിക്കാമായിരുന്നു, അല്ലെങ്കിൽ 10 മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ ഞാൻ തരാമായിരുന്നു. ഇല്ലേ, പറയാറില്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, മുസ്തഫ നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഏതെങ്കിലും ഒരാൾ ഒരാൾ വാതിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ മഖാഫത്തൻ ലിഅഹ്ലിഹി വമാലിഹി, അവന്റെ സമ്പത്തും അവന്റെ മക്കൾ അവന്റെ പ്രിയപ്പെട്ടവർ അവരെ ഭയന്നുകൊണ്ട് അവന്റെ അയൽവാസി വരല്ലെന്ന് പറഞ്ഞിട്ട് വാതിൽ അടച്ചു കഴിഞ്ഞാൽ അവൻ നമ്മളിൽ പെട്ടവനല്ല, മുഅ്മിൻ അല്ല എന്ന് റസൂലല്ലാഹ്. ഒരാള് അയൽവാസിയെ പേടിയാണ്. കാരണം എന്താ? ആകപ്പാടെ നമ്മുടെ കയ്യിൽ ഒരു 1000 ഉള്ളൂ. അയൽവാസി വന്നിട്ട് 50 രൂപ ചോദിച്ചാൽ കൊടുക്കണ്ടേ? കാരണം ആ പൈസ നമ്മുടെ മക്കൾക്കുള്ളതല്ലേ, ഭാര്യക്കുള്ളതല്ലേ, സഹോദരങ്ങൾക്കുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് അവരെ കാരണം വാതിലടച്ചു പൂട്ടിയിടുന്ന ഒരു സ്വഭാവം ഉണ്ടായാൽ അവൻ എന്നിൽ പെട്ടവനല്ല, അവൻ മുഅ്മിനായിട്ടും മരിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യം ഗൗരവപരമായി നമ്മൾ ചിന്തിക്കാനുള്ളതാണ്, ഗൗരവപരമായി ചിന്തിക്കാനുള്ളതാണ്. ഇല്ലേ, നമ്മൾ പല ആളുകളോട് നമ്മൾ കളവ് പറയാറുണ്ട്. എന്താണ് പറയാ? നീ കുറച്ച് മുമ്പേ വന്നിരുന്നെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു, ഇപ്പോഴൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കളവ് പറയുന്ന ചില ആളുകളുണ്ട്. അതുകൊണ്ട് അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. അതുകൊണ്ട് അയൽവാസികളോട് സ്നേഹം വെച്ചുകൊണ്ട് സന്തോഷം വെച്ചുകൊണ്ട് കടന്നു വരുന്നവരാരാണോ, അല്ലാഹുവേ അവർക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ അല്ലാഹു തആല തരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാൻ, ഫേസ്ബുക്കിൽ ഒരൊറ്റ ഐഡി മാത്രമേ ഒറ്റ ഐഡി മാത്രമേ എനിക്കുള്ളൂ. ഒരു ലാപ്ടോപ്പിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ഐഡി മാത്രം. അതല്ലാതെ ഉള്ള ബാക്കി മുഴുവൻ ഐഡികളും ഫേക്കാണ്. കാരണം ഇന്ന് ചില സഹോദരങ്ങൾ ഇങ്ങനെ വിളിച്ച് ഓർമ്മപ്പെടുത്തുമ്പോഴാണ് ഞാൻ അതിനെ പറ്റിയിട്ട് ശ്രദ്ധിക്കുന്നത്. എന്റെ പേരിൽ ഷമീർ ദാരിമി ഒഫീഷ്യൽ പേജ് എന്ന് പറഞ്ഞ് കുറെ ആളുകൾ കുറെ പേജുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഇൻസ്റ്റ, അങ്ങനെ തുടങ്ങി പലതും ഞാൻ അറിയാതെ എന്റെ പേര് വെച്ചുകൊണ്ട് പലരും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാ നടക്കാന്നോ ചിലപ്പോ ഞാനാന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇപ്പൊ ചാറ്റ് ചെയ്തേക്കാം. അതുകൊണ്ട് ആരും വഞ്ചിതരാകാതെ സൂക്ഷിക്കണം. എന്നൊരു പ്രിയപ്പെട്ട സുഹൃത്ത്, അത്രയും വേണ്ടപ്പെട്ട ഒരു സഹോദരൻ, അത്രയും വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് വിളിച്ചോർമ്മപ്പെടുത്തിയപ്പോഴാണ് ഞാൻ എടുത്തു നോക്കുമ്പോൾ എന്റെ പേരിൽ തന്നെ ഒരുപാട് അക്കൗണ്ടുകൾ കാണുന്നുണ്ട്. അപ്പൊ എല്ലാത്തിലും കയറിയിട്ട് നിങ്ങൾ വെറുതെ ഒന്നിലും നിങ്ങൾ നിൽക്കരുത്. അതിന്റെ ഒന്നും ഒരു ആവശ്യം നമുക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ലത് കേൾക്കാനും നല്ലത് പഠിക്കാനൊക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞാനാന്നും പറഞ്ഞ് നിങ്ങളോട് ചാറ്റ് ചെയ്യും, വർത്താനങ്ങളൊക്കെ പറയും. അതൊക്കെ പ്രത്യേകം നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. അപ്പോ അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കുക,
മനസ്സിലാക്കുക. എന്റെ വീഡിയോകൾ തന്നെ പല ആളുകൾ എടുത്തിടുന്നുണ്ട്. ആകപ്പാട് എനിക്ക് അറിയാവുന്ന ഒരൊറ്റ ചാനൽ മിൻഹാസ് വ്ലോഗ്, അതല്ലാതെ വേറൊന്നും എനിക്കറിയില്ല, വേറൊന്നിലേക്കും അയച്ചു കൊടുക്കാറുമില്ല. അതിനുള്ള സമയമില്ല. എന്റെ വീഡിയോ തന്നെ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ അയക്കാം. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊന്നും മറ്റുള്ള ഒന്നിലും കയറിയിട്ടൊന്നും അയക്കാനോ ആരുമായിട്ട് സംസാരിക്കാനോ പോകേണ്ട. കാരണം അതൊന്നും ഞാനല്ല എന്ന് ഞാൻ നിങ്ങളോട് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അപ്പൊ നമ്മൾ അയൽവാസികളുമായിട്ടുള്ള വിഷയങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ചർച്ചകൾ ചെയ്യുന്നത്. അയൽവാസികളോടുള്ള കടപ്പാടുകൾ, അയൽവാസികളോടുള്ള ബാധ്യതകൾ പരിശുദ്ധമായ ദീനിൽ, പരിശുദ്ധമായ ഇസ്ലാമിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് പാഠങ്ങൾ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. എത്രയോ വലിയ വലിയ പണക്കാരുണ്ട്, എത്രയോ വലിയ പണക്കാരുണ്ട്. പടച്ചവനെ, അവരുടെ കയ്യിൽ ഒരുപാട് സമ്പത്തുകളുണ്ടെന്നാലും അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് പാവങ്ങളായ ആളുകൾ കടത്തിന്റെ കെണിയിൽ കിടന്നിട്ട് മക്കളെ ഒന്ന് നോക്കാൻ പോലും കഴിയാതെ സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ വഴിയിലൂടെ അന്നൊന്ന് കൂലിപ്പണിക്ക് പോയിട്ട് ജീവിക്കുന്ന ഒരുപാട് കുടുംബത്തിൽപ്പെട്ട പാവങ്ങളുണ്ട്. പക്ഷേ എത്ര സമ്പത്തുണ്ടായാലും പൊതുവേദിയിൽ കൊടുക്കാൻ ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്. 10 ആളുകൾ അറിയട്ടെന്ന് പറയാൻ അവർക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ആളുകളൊന്ന് മുന്നോട്ട് കടന്നു വരുമ്പോൾ 10 ആളുകൾ അറിഞ്ഞാ എന്നെ പറ്റി അവരെന്തെങ്കിലൊക്കെ പറയുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ അനാഥ മക്കളുള്ള പാവങ്ങളായ വിധവകളായ ഒരുപാട് സഹോദരിമാര് കുടുംബത്തിലുള്ളവരുണ്ട്. തൊട്ട് അയൽവക്കത്ത് കിടക്കുന്നുണ്ട്, സഹായിക്കില്ല. എന്നാൽ ഖുർആൻ പറഞ്ഞത് വജാരിദിൽ ഖുർബാ, ഏറ്റവും കൂടുതൽ നമ്മൾ സഹായിക്കേണ്ടുന്നത്, ഏറ്റവും കൂടുതൽ നമ്മൾ സഹായത്തിന്റെ ഹസ്തങ്ങൾ നീട്ടേണ്ടുന്നത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട അയൽവാസികൾക്കാണ്. ആദ്യം നമ്മൾ അവിടെ പോയി തിരക്കണം. നിനക്ക് പ്രയാസമുണ്ടോ എന്ന്, നിനക്ക് പ്രശ്നമുണ്ടോ എന്ന്, നിനക്ക് എന്തെങ്കിലും വേവലാതി ഉണ്ടോ എന്ന്. എന്നാൽ അവർക്കാണ് നമ്മൾ ആദ്യം കൊടുക്കാനുള്ളത്. വജാരിൽ ജുനുബ്, ഖുർആൻ പറയുന്നു അടുത്ത അയൽവാസികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗത്തുള്ള ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ. അടുത്ത അയൽവാസികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗത്തുള്ള ഏത് ഒരു അയൽവാസി ആയിക്കൊള്ളട്ടെ, അവരൊക്കെ നമ്മുടെ അയൽവാസികളാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ജീറാനു തലാതാ, അയൽവാസികൾ എന്ന് പറഞ്ഞാൽ 3 വിഭാഗമാണ്. അയൽവാസികളെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞത് 3 കൂട്ടരായിട്ടുണ്ടെന്ന്. എല്ലാരും അയൽവാസികളാണ്. പിന്നെന്തിനാണ് അയൽവാസികൾ 3 വിഭാഗമെന്ന് നബി തങ്ങൾ പറഞ്ഞത്? അതിലെന്തെങ്കിലും കാര്യമില്ലാതെ റസൂലുള്ള പറയോ, ജാറുല്ലഹു ഹഖ്ഖുൻ വാഹിദ്. രണ്ടാമത് പറഞ്ഞു വജാറുല്ലഹു ഹഖ്ഖാനി. മൂന്നാമത് നബി തങ്ങൾ പറഞ്ഞു വജാറുല്ലഹു തലാതതു ഹുഖൂഖ്. അല്ലാഹുവിന്റെ പ്രവാചകർ 3 വിഭാഗമായി അയൽവാസികളെ എണ്ണി. അതിൽപ്പെട്ട 1ാമത്തെ വിഭാഗം ജാറുല്ലഹു ഹഖ്ഖുൻ വാഹിദ്. ഒരു അയൽവാസി, അവർക്ക് ഒരു ബാധ്യതയേ ഉള്ളൂ. വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു അയൽവാസിയുണ്ട്, അവർക്ക് ഒരു ബാധ്യതയേ ഉള്ളൂ. പിന്നെയോ വജാറുല്ലഹു, അവനിക്കൊരു അയൽവാസിയുണ്ട് ഹഖ്ഖാനി, അവനോട് 2 കടപ്പാടുണ്ട്. പിന്നെ നബി തങ്ങൾ പറയുന്നു വജാറുല്ലഹു, പിന്നെ അയൽവാസിയെ പറ്റി പറയുന്നു തലാസത്തു ഹുഖൂഖ്, അവനോട് 3 കടപ്പാടുകളുണ്ട്. നബി തങ്ങൾ എണ്ണുകയാണ്, ഒരു അയൽവാസിയോട് 1 കടപ്പാട്, മറ്റൊരു അയൽവാസിയോട് 2 കടപ്പാട്, അത് കഴിഞ്ഞിട്ടുള്ള അയൽവാസിയോട് 3 കടപ്പാട്. അയൽവാസികളെ സംബന്ധിച്ച് നബി തങ്ങൾ പറയാ, അവരുടെ ക്വാളിറ്റികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കുകയാണ്. ഇല്ലേ? അതിൽപ്പെട്ട 1ാമത്തെ വിഭാഗം വൽ ജാറുല്ലദീ ലഹു തലാതതു ഹുഖൂഖ്. അവസാനം നമ്മൾ പറഞ്ഞല്ലോ 3 കടപ്പാടുകൾ ഉണ്ടെന്ന്. 3 വിഭാഗം കടപ്പാട് ഒരു അയൽവാസിയോടുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞത്. അതെങ്ങനെയെന്നറിയോ? അൽ ജാറുൽ മുസ്ലിമു ദുർറഹിം നബിയുനാ റസൂലുള്ളാഹി. 1 അയൽവാസി എന്നുള്ള കടപ്പാട്, 2 മുസ്ലിമാണ് എന്നുള്ള കടപ്പാട്, 3 റഹിം കുടുംബബന്ധമുണ്ട് എന്നുള്ള കടപ്പാട്. അങ്ങനെയുള്ളവർക്കാണ് നബി തങ്ങൾ പറഞ്ഞ 3 കടപ്പാടുണ്ടെന്ന്. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട അയൽവാസികളിൽ 3 കടപ്പാടുണ്ട്. അതിൽപ്പെട്ട 1 മുസ്ലിമാണ് എന്നുള്ള ഒരു ബാധ്യത, 1 നമ്മുടെ അയൽവാസി എന്നുള്ള ബാധ്യത, 2 മുസ്ലിമാണ് എന്നുള്ള ഒരു ബാധ്യത, 3 സ്വന്തം കുടുംബമാണ് എന്നുള്ള ബാധ്യത. അവരോട് 3 കടപ്പാടുകൾ.
മുസ്ലിമാണ്, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കുടുംബമാണ്, പിന്നെ നമ്മുടെ അയൽവാസിയാണ്. അവരോടാണ് ഈ 3 കാര്യങ്ങളോടാണ് അവരോട് ഏറ്റവും നല്ല കടപ്പാട്. രണ്ടാമതായി നബി തങ്ങൾ പറയുന്നു രണ്ടാമത്തെ പറഞ്ഞു അടുത്തൊരു അയൽവാസിക്ക് 2 കടപ്പാടെന്ന്. അതാരെന്നറിയോ? അൽ ജാറുൽ മുസ്ലിമോ, വീടിന്റെ തൊട്ടപ്പുറത്ത് മുസ്ലിമായ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഒന്ന് അയൽവാസി എന്നുള്ള നിലക്കും 2 മുസ്ലിമാണ് എന്നുള്ള നിലക്കും സഹായിക്കണം. ആദ്യം പറഞ്ഞത് 3 വിഭാഗം. ഒന്ന് കുടുംബാണ്, അയൽവാസിയാണ്, മുസ്ലിമാണ്. ഈ 3 കാര്യങ്ങൾ കൊണ്ട് അവരെ ബഹുമാനിക്കണം, അവർക്കുള്ള എല്ലാ കടമകളും നമ്മൾ കൊടുക്കണം. രണ്ടാമത് പറഞ്ഞെന്താണ്? രണ്ട് കടപ്പാടുള്ളവർ അൽ ജാറുൽ മുസ്ലിമോ, ഒന്ന് അയൽവാസിയാണ്, മറ്റൊന്ന് മുസ്ലിമാണ്. ഒന്ന് അയൽവാസിയാണ് എന്നുള്ള നിലക്കും മറ്റൊന്ന് മുസ്ലിമാണ് എന്നുള്ള നിലക്കുമാണ്. ഒന്ന് അയൽവാസിയാണ്, നമ്മുടെ അയൽവാസി, ഒന്നാമത്തെ കടമ ചെയ്യണം അയൽവാസി എന്നുള്ള നിലക്ക്. രണ്ടാമത് ഒന്നുകൂടെ അവനോടുള്ള കടപ്പാട് മുസ്ലിമാണ് എന്നുള്ള നിലക്കുള്ള കടപ്പാടാണ്. നിബിധങ്ങൾ പറഞ്ഞ ഒരൊറ്റ കടമയുള്ളവരാരെന്നറിയോ? വജാറുൽ മുശ്രിക്കൂ, ഇതരമതസ്ഥരായ നമ്മുടെ ബഹുദൈവ വിശ്വാസികളായ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള അയൽവാസികളാണ്. അവരെ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടില്ല പരിശുദ്ധമായ ദീൻ. അവരെ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടില്ല, അവരെ തള്ളിക്കളയണമെന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹുവേ, ഇതര മതസ്ഥരായ സഹോദരങ്ങൾ, നിങ്ങളുടെ അയൽവാസികളുണ്ടോ? അവൻ മുസ്ലിം അല്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കരുത്, അവനെ സഹായിക്കണം. അവൻ മുസ്ലിമാണ് അതുകൊണ്ട് സഹായിക്കുന്നല്ല, അവനിക്കൊരൊറ്റ കടപ്പാട്, അവൻ നമ്മുടെ അയൽവാസിയാണ് എന്നുള്ളത് കൊണ്ട് അവരെ സഹായിക്കേണ്ടുന്ന, അവരുടെ സങ്കടത്തിൽ കൂടെ വരേണ്ടുന്ന കടപ്പാട് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അത് ആ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുള്ളവരാണ്, നമ്മൾ മനസ്സിലാക്കാനുള്ളവരാണ്, നമ്മൾ സന്തോഷത്തിന്റെ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകാനുള്ളവരാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് റസൂലുള്ളാഹി തങ്ങള് ലഹു ഹഖ്ഖുൻ വാഹിദ്, ഒരു കടപ്പാടുള്ളവരാരോടെന്നറിയോ? വൽ ജാറുൽ മുശ്രിക്കൂ, ഇതര മതസ്ഥരായ നമ്മുടെ പാപങ്ങളായ സഹോദരങ്ങൾ, അവർ നമ്മുടെ അയൽവാസികളാണെങ്കിൽ അവരുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും വേദനകളെല്ലാം നമ്മൾ കണ്ടറിഞ്ഞിട്ട് അവരെ ചെന്നിട്ട് കണ്ടറിഞ്ഞ് സഹായിക്കലാണ്, അല്ലേ? ഒരിക്കലും മനുഷ്യബന്ധത്തിൽ മുറിവ് വരാൻ പാടില്ല. എന്തുകൊണ്ടാണ് അവിടെ അല്ലാഹുവിന്റെ പരിശുദ്ധരായ ഹബീബ് നമ്മളോട് പഠിപ്പിക്കുന്നത്? എല്ലാവരും മനുഷ്യരാണ്, മനുഷ്യരുടെ ഇടയിൽ അവിടെ അകലാൻ പാടില്ല. അവനൊരു ഹിന്ദുവാണെന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കാൻ പാടില്ല, ക്രൈസ്തവനാണെന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കാൻ പാടില്ല, മനുഷ്യന്റെ ഇടയിൽ വിള്ളലുണ്ടാക്കാൻ പാടില്ല. അതൊരു വലിയൊരു പഠനമാണ്. മനുഷ്യന്റെ ഇടയിൽ അതിനെ ആരായിക്കോട്ടെ വിള്ളലുകൾ ഉണ്ടാക്കാൻ പാടില്ല, അലോസരപ്പെടുത്തുന്ന ഒന്നും പറയാൻ പാടില്ല. നിന്റെ മതം ഹിന്ദുവല്ലേ ക്രൈസ്തവനല്ലേ പറയരുത്. അവനവന്റെ മതത്തെ കുറ്റപ്പെടുത്താൻ ദീന് പറയുന്നില്ല. പിന്നീട് അവിടെ നിന്ന് ശ്രദ്ധിച്ചോ, വല്ലാ നബിതങ്ങൾ ആണയിട്ടുകൊണ്ട് പറയാണ് 3 തവണ, വല്ലാഹി ലാ യുമിൻ, വല്ലാഹി ലാ യുമിൻ, വല്ലാഹു ലാ യുമിൻ. അല്ലാഹുവിന്റെ റസൂൽ 3 വട്ടമാണ് ഇട്ടപ്പോ ഖീല മയ്യാ റസൂലല്ലാഹ്, ആരെപ്പറ്റിയാണ് പറയുന്നത് നബിയെ എന്ന് മുത്തു നബിയുടെ മുത്തു സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ സ്വഹാബത്ത് ചോദിച്ചപ്പോ ഫഖാല റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലദീ ലാ യഅമനു ജാറുഹു ബവായിഖഹു. അയൽവാസി ആരായിക്കൊള്ളട്ടെ, അവനെ കൊണ്ട് വല്ലാത്ത ഉപദ്രവം, അയൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒന്നും വരുത്താൻ പാടില്ല. മുഅ്മിനല്ല എന്ന് നബി തങ്ങൾ 3 വട്ടമാണ് ഇട്ട് പറഞ്ഞത്. വല്ലാഹി ലാ യുഅ്മിനു, അവൻ മുഅ്മിനല്ല. അയൽവാസി ഏതു മതത്തിൽപ്പെട്ടവരാകട്ടെ, നമ്മൾ കാരണം അവർക്കൊരു പ്രയാസമുണ്ടായാൽ, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ, അവർക്കൊരു നൊമ്പരമുണ്ടായാൽ അവർ മുഅ്മിനല്ല, മുഅ്മിനല്ല, മുഅ്മിനല്ല എന്ന് അഷ്റഫുൽ
അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു അഹ്സിൻ മുജാബറക മിൻ ജവാരിക തകും മുസ്ലിമാ. സ്വന്തം അയൽവാസികൾ അവരെ കൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ഇരിക്കുന്നവനാരാണോ അവനാണ് മുസ്ലിം. മതം നോക്കിയിട്ടല്ല, രാഷ്ട്രീയം നോക്കിയിട്ടല്ല, സ്വന്തം കൂടപ്പുറപ്പ് പിന്നെ സ്വന്തം വീടിന്റെ അപ്പുറത്തുള്ളവൻ മുസ്ലിമാണോ ഹൈന്ദവനാണോ ക്രൈസ്തവനാണോ എന്ന് നോക്കിയിട്ടില്ല. പക്ഷേ നമ്മൾ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ അവരെ സങ്കടപ്പെടുത്താതെ അവരെ ബേജാറാക്കാതെ അവരെ പ്രയാസപ്പെടുത്താതെ നമ്മൾ ഇരുന്നു കഴിഞ്ഞാൽ അവൻ മുസ്ലിമാണ്. ബാക്കി നമ്മൾ പൂരിപ്പിച്ച് വായിക്കണം. അവരെ ബുദ്ധിമുട്ടിപ്പിച്ചാൽ മുസ്ലിമാണ് എന്ന് പറയാൻ കഴിയില്ല, മുസ്ലിമാണെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയൽവാക്ക ബന്ധത്തെ ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാ ദിവസവും ഇതുപോലെ ചർച്ചകൾ ചെയ്ത് കുറച്ചു നേരം നമുക്ക് പഠിക്കണം. അല്ലാഹു കേൾക്കാനും പഠിക്കാനും ഉള്ള തൗഫീഖ് തരട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ എന്തെങ്കിലും കാരണത്താൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നുവെങ്കിൽ അല്ലെ, ചില ആളുകൾ അയൽവാസി പാവമാണ്, വഴിയില്ല, ഒന്ന് വഴി കൊടുക്കോ? ഇല്ല, കൊടുക്കൂല അല്ലെ, വഴി കൊടുക്കൂല. ഈ അടുത്തൊരാള് പറഞ്ഞു, ഉസ്താദേ വീട്ടിൽ ആരുമില്ല, സങ്കടാണ്, അയൽവാസികളെ കൊണ്ട് പേടിയാണ്, എനിക്ക് എന്റെ വീട്ടിന്റെ ഉള്ളിൽ ഒരു ടോയ്ലറ്റ് ഇല്ല, എനിക്ക് പുറത്തേക്ക് പോകാൻ പേടി അയൽവാസികളെ കൊണ്ട്, ഞാൻ അവിടെ നിന്ന് ബക്കറ്റ് വെച്ചിട്ടാണ് മൂത്രമൊഴിക്കുന്ന എന്ന് പോലും ഒരു പാവപ്പെട്ട ഒരു സഹോദരൻ വിളിച്ചു പറയുമ്പോ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മൾ കുറച്ചൊക്കെ കണ്ണ് ചാച്ചു കൊടുക്കുമ്പോഴാണ് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നത്, അള്ളാഹു നമ്മളെ കബൂലാക്കുന്നത്. അള്ളാഹു ഈ മജ്‌ലിസിൽ സംഗമിച്ച എല്ലാവരെയും അള്ളാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാവർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു തആല തരട്ടെ. ഇതിൽ ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ എഴുതിയിട്ടോ ആ കാര്യങ്ങളെല്ലാം അള്ളാഹു തആല സ്വീകാര്യമുള്ള അമലുകളുടെ കൂട്ടത്തിൽ അള്ളാഹു തആല ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു സ്വർഗവും സന്തോഷവും എല്ലാം അള്ളാഹു തആല സ്വർഗവും സന്തോഷവും അല്ലാഹു നമുക്ക് നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ സങ്കടങ്ങളും എല്ലാവരുടെ വേദനകളും കഷ്ടപ്പാടുകളെല്ലാം അല്ലാഹു തആല മാറ്റി ജീവിതത്തിൽ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി കഴിയുന്നവർ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വ ഹബീബിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ റഹ്മാനെ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിന്റെ സകലമായ ആഗ്രഹങ്ങളും ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് പടച്ചോനെ, സങ്കടത്തിൽ കഴിയുന്നവരുണ്ട് അല്ലാഹ്. എല്ലാവരുടെ മനസ്സിന്റെ വേദനകളും ആവലാദികളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധരായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തത്തിലൂടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, കരുണക്കടലായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് പടച്ചോനെ. അല്ലാഹുവേ, അവർക്ക് ആണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. അംഗവൈകല്യങ്ങളില്ലാത്ത മക്കളെ കൊടുക്കണേ അല്ലാഹ്. പടച്ചോനെ, കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് അല്ലാഹുവേ, കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് പടച്ചോനെ, അവരുടെ കടങ്ങളെല്ലാം വീടാനുള്ള ഹലാലായ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, വീടില്ലാത്തവരുണ്ട് പടച്ചോനെ, അവർക്ക് നല്ല വീട് കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവരുണ്ട് റബ്ബേ, അല്ലാഹുവേ, കഷ്ടപ്പാട് മാറ്റണേ അല്ലാഹുവേ. പടച്ചോനെ, ഞങ്ങളെ മുഴുവനും നീ സന്തോഷത്തിന്റെ വഴിയിൽ കടത്തണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങള് സാധുക്കളാണ്, ഞങ്ങള് പാപികളാണ് അല്ലാഹുവേ. ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ വന്നവരാണ്, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം തരണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളെ തട്ടല്ല റബ്ബേ,
പലരും പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, പല സങ്കടത്തിൽ കഴിയുന്നവർ, പലരും ദുഃഖത്തിൽ കഴിയുന്നവർ, പല ആവലാദികളിലൂടെ കടന്നു പോകുന്നവർ, അല്ലാ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ, എല്ലാവരെയും നീ ഖബൂലാക്കണേ അല്ലാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.